ഡിയർ ചിൽഡ്രൻ, നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് ദ ബോയ് ഹു ഡ്രീവ് കാറ്റ്സ് എന്ന ഫോക്ക് ടെയിലാണ് എടുത്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ കണ്ടു എ യങ് ബോയ് ലേൺ ദി സ്റ്റോറി. അതിനകത്തുള്ളൊരു ചെറിയ കുട്ടി. അപ്പോൾ അവനെ പറ്റിയുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഹു ലൈക്ഡ് ടു ഡ്രോ കാറ്റ്സ്, അല്ലേ, പൂച്ചകളെ വരയ്ക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുട്ടിയെക്കുറിച്ചുള്ള ഒരു ടെയിലാണ്. അപ്പോൾ ആ കുട്ടി നമ്മൾ കണ്ടു ഒരു പ്രീസ്റ്റിൻ്റെ അടുത്തുനിന്ന് പ്രീസ്റ്റ് അവനെ പറഞ്ഞു വിട്ടു. അവിടുന്ന് അവൻ നെക്സ്റ്റ് വില്ലേജിൽ ഒരു ചർച്ചിലേക്ക് പോവുകയാണ്, ടെമ്പിളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ അവൻ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അവൻ അവിടെ എന്താ കണ്ടത്? അവിടെ വലിയ സ്ക്രീൻ ഉണ്ടായിരുന്നു, അല്ലേ. ദർ വർ ബിഗ് വൈറ്റ് സ്ക്രീൻസ്, അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു? അപ്പോൾ അവൻ വല്ലാതെ ക്ഷീണിച്ചിരുന്നു. എന്നാലും അവൻ എന്ത് ചെയ്തു? ദോ ഹി വാസ് ടയേർഡ്, ഹി ലുക്ക്ഡ് അറ്റ് once for a writing box and found one and ground some ink and began to paint cats. അപ്പോൾ അവൻ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി അവന് പെയിൻറ്റിങ് വളരെ ഇഷ്ടമായതുകൊണ്ട് അവൻ്റെ ബാഗിൽ നിന്ന് വരയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവനത് വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ ഒരുപാട് പൂച്ചകളെ അവിടെ ആ സ്ക്രീനിലൊക്കെ വരച്ച് വെച്ചു. അതിനുശേഷം അവന് ഭയങ്കര ക്ഷീണം തോന്നി, വല്ലാതെ ഉറക്കം വന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ അവിടെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു? ഹീ സഡൻലി റിമെമ്പേർഡ് ദ വേർഡ്സ്, ദ അഡ്വൈസ് ഓഫ് ദ പ്രീസ്റ്റിലെ. അപ്പോൾ അവൻ മുമ്പ് നിന്നിരുന്ന ടെമ്പിളിലെ പ്രീസ്റ്റിൻ്റെ അഡ്വൈസ് അവൻ ഓർത്തു. എന്തായിരുന്നു അഡ്വൈസ്? അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ. അപ്പോൾ ആ അഡ്വൈസ് ഓർത്തപ്പോൾ അവന് കുറച്ചൊരു എന്താ പറയുക, ഒറ്റയ്ക്കിരിക്കാനൊരു പേടി തോന്നി. അപ്പോൾ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവന് ഉറങ്ങാനുള്ള ഒരു സ്ഥലം, ചെറിയൊരു സ്ഥലം കണ്ടെത്താൻ അവൻ ശ്രമിച്ചു. അപ്പോൾ ഇപ്പോഴാണ് അവന് ആ അഡ്വൈസിനെ കുറിച്ച് ഓർത്തത്. അപ്പോൾ അവന് ആ അഡ്വൈസിൻ്റെ മീനിങ് കറക്റ്റ് മനസ്സിലായില്ലെങ്കിലും അവന് എന്ത് തീരുമാനിച്ചു? ഹീ ബിഗാൻ ടു ഫീൽ ഫോർ ദ ഫസ്റ്റ് ടൈം എ ലിറ്റിൽ അഫ്രൈഡ്. അവന് ചെറിയൊരു ഭയം തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീ റിസോൾവ് ടു ലുക്ക് ഫോർ എ സ്മോൾ പ്ലേസ് ഇൻ വിച്ച് ടു സ്ലീപ്പ്. അവൻ ഉറങ്ങാൻ വേണ്ടി ഒരു ചെറിയ സ്ഥലം കണ്ടെത്താൻ ശ്രമിച്ചു. അങ്ങനെ അവൻ എന്ത് കണ്ടെത്തി? ഹീ ഫൗണ്ട് എ ലിറ്റിൽ ക്യാബിനറ്റ് വിത്ത് എ സ്ലൈഡിംഗ് ഡോർ ആൻഡ് വെൻറ്റ് ഇൻ ടു ഇറ്റ് ആൻഡ് ഷട്ട് ഹിംസെൽഫ് അപ്പ്. ദെൻ ഹീ ലേ ഡൗൺ ആൻഡ് ഫെൽ ഫാസ്റ്റ് അസ്ലീപ്പ്. അപ്പോൾ അവൻ ഒരു റൂം, ചെറിയൊരു ക്യാബിനറ്റ് കണ്ടെത്തി. വിത്ത് എ സ്ലൈഡിംഗ് ഡോറിൽ നീക്കാൻ പറ്റുന്ന ഒരു ഡോറുള്ള ഒരു ചെറിയ റൂം അവൻ കണ്ടെത്തി. അവിടെ അവൻ ഇതിനകത്ത് കയറി അവൻ നന്നായിട്ട് ഉറങ്ങി. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി അതിൻ്റെ ബാക്കി ഭാഗം നോക്കുക. വെരി ലേറ്റ് അറ്റ് നൈറ്റ് ഹി വാസ് അവേക്കൻ ബൈ എ മോസ്റ്റ് ടെറിബിൾ നോയ്സ്, എ നോയ്സ് ഓഫ് ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിംഗ്. അപ്പോൾ അവൻ രാത്രി വളരെ വൈകിട്ട്, വെരി ലേറ്റ് ഇൻ ദ നൈറ്റ് ഹി വാസ് അവേക്കൻഡ് എന്ന് പറഞ്ഞാൽ ഉണർന്നു. അവൻ ഉണർന്നു പോയി. നല്ല ഉറക്കമായിരുന്നു. ആ ഉറക്കത്തിൽ നിന്ന് അവൻ ഉണർന്നു പോയി. എന്ത് കേട്ടിട്ടാണ്? ബൈ എ മോസ്റ്റ് ടെറിബിൾ നോയ്സ്, അല്ലേ, ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു ശബ്ദം. എ നോയ്സ് ഓഫ് ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിംഗ്, അല്ലേ. ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടികൂടുക, അല്ലേ, യുദ്ധം ചെയ്യുക. അതുപോലെ തന്നെ സ്ക്രീമിംഗ് എന്ന് പറഞ്ഞാൽ അലറുന്ന സൗണ്ടാണ്. അപ്പോൾ ഭയങ്കര കരച്ചിലിൻ്റെ സൗണ്ടും അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യുന്ന സൗണ്ടും എല്ലാം കേട്ടിട്ട് അവൻ ഉണർന്നു. ഇറ്റ് വാസ് സോ ഡ്രെഡ്ഫുൾ ദാറ്റ് ഹി വാസ് എഫ്രെയ്ഡ് ഈവൻ ടു ലുക്ക് ത്രൂ എ ചിങ്ക് ഓഫ് ദ ലിറ്റിൽ ക്യാബിനറ്റ്. അപ്പോൾ അവൻ വല്ലാതെ ഭയപ്പെട്ടു. ആ സൗണ്ട് കേട്ടിട്ട് അവൻ വല്ലാതെ ഭയപ്പെട്ടു. കാരണം ഇറ്റ് വാസ് സോ ഡ്രെഡ്ഫുൾ, ഭീകരമായിരുന്നു ആ സൗണ്ട്. ദാറ്റ് ഹി വാസ് എഫ്രൈഡ് ഈവൻ ടു ലുക്ക് ത്രൂ എ ചിങ്ക് ഓഫ് ദ ലിറ്റിൽ ക്യാബിനറ്റ്. ചിങ്ക് എന്ന് പറഞ്ഞാൽ നാരോ ഓപ്പണിംഗ് ആണ്, അതായത് ഒരു ചെറിയ വിടവ്. അതിനാണ് ചിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റൂമിൻ്റെ ക്യാബിനറ്റിൻ്റെ ഡോറിൽ ഒരു ചെറിയ വിടവുണ്ട്. അപ്പോൾ അതിലൂടെ ഒന്ന് നോക്കാൻ പോലും അവൻ ഭയപ്പെട്ടു. ഹി ലേ വെരി സ്റ്റിൽ ഹോൾഡിങ് ഹിസ് ബ്രെത്ത് ഫോർ ഫ്രൈറ്റ്. അപ്പോൾ അവൻ്റെ ശ്വാസം അടക്കി പിടിച്ച് അനങ്ങാതെ കിടന്നു. ദ ലൈറ്റ് ഹാഡ് ബീൻ ഇൻ ദ ടെമ്പിൾ വെൻറ്റ് ഔട്ട്, ബട്ട് ദ ഓഫുൾ സൗണ്ട്സ് കണ്ടിന്യൂഡ് ആൻഡ് ബിക്കെയിം മോർ ഓഫുൾ ആൻഡ് ഓൾ ദ ടെമ്പിൾ ഷുക്ക്. അപ്പോൾ ആ ടെമ്പിളിൽ ഉണ്ടായിരുന്ന ലൈറ്റ്, നേരത്തെ ആ കുട്ടി പോകുമ്പോൾ അവിടെ ഒരു ലാമ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ വെളിച്ചം എല്ലാം പോയി. ദ ലൈറ്റ് ഹാഡ് ബീൻ ഇൻ ദ ടെമ്പിൾ വെൻറ്റ് ഔട്ട്, ബട്ട് ദ ഓഫുൾ സൗണ്ട്സ് കണ്ടിന്യൂഡ്. ഓഫുൾ എന്ന് പറഞ്ഞാൽ ഫ്രൈറ്റ്ഫുൾ ആണ്. ആ ഒരു പേടിപ്പെടുത്തുന്ന സൗണ്ട് നിലനിന്നു, അത് തുടർന്നു. ആൻഡ് ബിക്കെയിം മോർ ഓഫുൾ ആൻഡ് ഓൾ ദ ടെമ്പിൾ ഷുക്ലി. അത് കൂടുതൽ എന്തായി വന്നു? പേടിപ്പിക്കുന്ന രീതിയിലുള്ളതായി വന്നു. ആൻഡ് ഓൾ ദ ടെമ്പിൾ ഷുക്ലി. ആ ടെമ്പിൾ ആകെ ഷെയ്ക്ക് ചെയ്യുന്ന പോലെ അവന് തോന്നി. ആഫ്റ്റർ എ ലോങ് ടൈം സൈലൻസ് കെയിം, ബട്ട് ദ ബോയ് വാസ് സ്റ്റിൽ അഫ്രൈഡ് ടു മൂവ്. അപ്പോൾ കുറേ സമയം കഴിഞ്ഞപ്പോൾ അവിടെ ആകെ നിശബ്ദതയെ. പക്ഷേ ഈ കുട്ടി എന്തിന് ധൈര്യപ്പെട്ടില്ല? ഹി വാസ് സ്റ്റിൽ അഫ്രൈഡ് ടു മൂവ്. അവൻ അവിടുന്ന് അവന് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അനങ്ങാൻ പോലും അവൻ ഭയപ്പെട്ടു. ഹി ഡിഡൻറ്റ് മൂവ് അൺടിൽ ദ ലൈറ്റ് ഓഫ് ദ മോർണിംഗ് സൺ ഷോൺ ഇൻ ടു ദ ക്യാബിനറ്റ് ത്രൂ ദ ചിങ്സ് ഓഫ് ദ ലിറ്റിൽ ഡോർ.
അപ്പോൾ അവൻ എപ്പോഴാണ് പിന്നെ അവിടുന്ന് അനങ്ങിയത്? ഹി ഡിഡിൻ മൂവ്, അല്ലെ, അവൻ അനങ്ങിയില്ല അൺടിൽ ദ ലൈറ്റ് ഓഫ് ദ മോർണിംഗ് സൺ ഷോൺ, അല്ലേ. അപ്പോൾ അൺടിൽ എന്ന് പറഞ്ഞാൽ സ്റ്റിൽ, വരെ, ഏത് വരെയാണ്? ദ ലൈറ്റ് ഓഫ് ദ മോർണിംഗ് സൺ ഷോൺ ഇൻ ടു ദ ക്യാബിനറ്റ് ത്രൂ ദ ചിങ്സ് ഓഫ് ദ ലിറ്റിൽ ഡോർ. ചിങ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, നാരോ ഓപ്പണിങ്. അപ്പോൾ ആ വാതിലിൻ്റെ വിടവിലൂടെ മോർണിംഗ് സണ്ണിൻ്റെ ആ ഒരു ലൈറ്റ് അത് ഉള്ളിലേക്ക് റൂമിലേക്ക് കടന്ന് വരുന്നത് വരെ, അതായത് പ്രഭാതമാകുന്നത് വരെ അവൻ ആ റൂമിൽ നിന്ന് അനങ്ങിയില്ല. ദെൻ ഹി ഗോട്ട് ഔട്ട് ഓഫ് ഹിസ് ഹൈഡിങ് പ്ലേസ് വെരി കോഷ്യസ്ലി ആൻഡ് ലുക്ക്ഡ് അബൌട്ട്. പിന്നെ അവൻ എന്ത് ചെയ്തു? ആ ഹൈഡിങ് പ്ലേസ്, അവൻ ആ ഒളിച്ചിരുന്ന അല്ലെങ്കിൽ അവൻ ഉറങ്ങിയിരുന്ന ആ റൂമിൽ നിന്ന് അവൻ വളരെ എന്താ പറയുക, കോഷ്യസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? കെയർഫുള്ളി, ശ്രദ്ധാപൂർവം അവൻ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് അവൻ എന്താ പറയുക, എന്നിട്ട് നോക്കി. ആൻഡ് ലുക്ക്ഡ് അബൌട്ട്. ദ ഫസ്റ്റ് തിങ് ഹീ സോ വാസ് ദാറ്റ് ഓൾ ദ ഫ്ലോർ ഓഫ് ദ ടെമ്പിൾ വാസ് കവേർഡ് വിത്ത് ബ്ലഡ്. അപ്പോൾ അവൻ അങ്ങനെ പുറത്തേക്ക് വന്ന് നോക്കിയ സമയത്ത് അവൻ കണ്ട കാര്യം എന്താണ്? ദ ഫസ്റ്റ് തിങ് ഹീ സോ വാസ് ദാറ്റ് ഓൾ ദ ഫ്ലോർ ഓഫ് ദ ടെമ്പിൾ വാസ് കവേർഡ് വിത്ത് ബ്ലഡ്, അല്ലേ. അപ്പോൾ ആ ടെമ്പിളിൻ്റെ ഫ്ലോറ് മൊത്തം എന്താണ്? ബ്ലഡ് ആയിരുന്നു. And then he saw lying dead in the middle of it an enormous monstrous rat, a goblin rat bigger than a cow. അപ്പോൾ പിന്നെ അവൻ എന്ത് കണ്ടു? ഹി സോ ലൈയിങ് ഡെഡ് ഇൻ ദ മിഡിൽ ഓഫ് ഇറ്റ്, അല്ലേ. അപ്പോൾ ആ ബ്ലഡിൻ്റെ നടുവിലായിട്ട് ആര് കിടക്കുന്നു? എൻ എനോമസ് മോൺസ്ട്രസ് റാറ്റ്, അല്ലേ. ഒരു വലിയ, എനോർമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി ലാർജ്, അല്ലേ, വളരെ വലിയ. മോൺസ്ട്രസ് എന്ന് പറഞ്ഞാൽ ഭീകരരൂപിയായിട്ടുള്ള, നമ്മൾ എന്ത് പറയുക? മോൺസ്ട്രസ് എന്ന് പറയുക. അപ്പോൾ വലിയ ഭീമാകാരനായിട്ടുള്ള ഒരു റാറ്റ്, അല്ലേ, ഒരു എലി, ഒരു ഗോബ്ലിൻ റാറ്റ്. ഗോബ്ലിൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പേടിപ്പിക്കുന്ന രാക്ഷസ രൂപിയായിട്ടുള്ളതിനൊക്കെ നമ്മൾ എന്ത് പറയുക? ഗോബ്ലിൻ എന്ന് പറയുക. അപ്പോൾ വലിയ ഒരു റാറ്റ്, ബിഗ്ഗർ ദാൻ എ കൗ, അല്ലേ. ആ റാറ്റിൻ്റെ വലുപ്പം എത്രയാണ്? ഒരു കൗവിനേക്കാൾ, അല്ലെങ്കിൽ ഒരു പശുവിനേക്കാളും വലിയൊരു റാറ്റ്. അപ്പോൾ അതങ്ങനെ എവിടെ കിടക്കുന്നു? എലി ഈ ബ്ലഡിൻ്റെ നടുവിൽ ചത്ത് കിടക്കുന്നതാണ് അവൻ കണ്ടത്. ബട്ട് ഹൂ ഓർ വാട്ട് കുഡ് ഹാവ് കിൽഡ് ഇറ്റ്? ദർ വാസ് നോ മാൻ ഓർ അതർ ക്രീച്ചർ ടു ബി സീൻ. അപ്പോൾ അവനിങ്ങനെ ചിന്തിക്കുകയാണ്, ഹൂ ഓർ വാട്ട് കുഡ് ഹാവ് കിൽഡ് ഇറ്റ്, അല്ലെ, ഇതിനാരാണ് കൊന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിനെ കൊന്നത്? ദർ വാസ് നോ മാൻ ഓർ അതർ ക്രീച്ചർ ടു ബി സീൻ. അവിടെ ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, ക്രീച്ചർ മീൻസ് ജീവികൾ, മറ്റൊരു ജീവിയെ അവന് കാണാൻ സാധിച്ചില്ല. സഡൻലി ദ ബോയ് ഒബ്സർവ്ഡ് ദാറ്റ് the mouths of all the cats he had drawn the night before were red and wet with blood. അപ്പോൾ പെട്ടെന്ന് അവൻ വേറൊരു കാഴ്ച കണ്ടു. എന്താണ് ആ കാഴ്ച? സഡൻലി ദ ബോയ് ഒബ്സർവ്ഡ് ദാറ്റ്, ഒബ്സർവ്ഡ് എന്ന് പറഞ്ഞാൽ നോട്ടീസ്ഡ്, അവൻ ശ്രദ്ധിച്ചു. എന്താണ് ശ്രദ്ധിച്ചത്? ദാറ്റ് ദ മൗത്ത്സ് ഓഫ് ഓൾ ദ കാറ്റ്സ് ഹി ഹാഡ് ഡ്രോൺ ഇൻ ദ നൈറ്റ് ബിഫോർ, അല്ലേ, തൊട്ട് മുമ്പത്തെ രാത്രിയിൽ, കഴിഞ്ഞ രാത്രിയിൽ അവൻ അവിടെ വലിയൊരു വൈറ്റ് സ്ക്രീൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ വൈറ്റ് സ്ക്രീനിൽ അവൻ വരച്ച് വെച്ച കുറേ പൂച്ചകളുടെ ചിത്രങ്ങളുണ്ട്. ആ പിക്ചേഴ്സിൽ പൂച്ചകളുടെ വായിൽ നിന്നും എന്ത് വരുന്നു? ദ മൗത്ത്സ് ഓഫ് ഓൾ ദ കാറ്റ്സ് ഹി ഹാഡ് ഡ്രോൺ ദ നൈറ്റ് ബിഫോർ വെർ റെഡ് ആൻഡ് വെറ്റ് വിത്ത് ബ്ലഡ്, അല്ലേ. അതിപ്പോൾ അതിൻ്റെ വായിലൊക്കെ അവൻ എന്താ കാണുന്നത്? ബ്ലഡ്, അല്ലേ. വെറ്റ് വിത്ത് ബ്ലഡ്, അല്ലേ. വെറ്റ് എന്ന് പറഞ്ഞാൽ നനയാണ്, ബ്ലഡ് കൊണ്ട് നനഞ്ഞിരിക്കുന്നു. ദെൻ ഹി ന്യൂ ദാറ്റ് the goblin had been killed by the cats which he had drawn. അപ്പോൾ അവന് മനസ്സിലായി എന്താണ്? ഈ ഗോബ്ലിൻ റാറ്റിനെ ആരാണ് കൊന്നിരിക്കുന്നത്? the goblin had been killed by the cats which he had drawn, അല്ലേ. അപ്പോൾ അവൻ കഴിഞ്ഞ രാത്രിയിൽ വരച്ച് വെച്ചിരിക്കുന്ന ഈ പൂച്ചകളാണ് ഈ ഗോബ്ലിനെ കൊന്നതെന്ന് അവന് മനസ്സിലായി. and then also for the first time he understood why the wise old priest had said to him, avoid large places at night, keep to small. അപ്പോൾ ഇന്ന് ഈ സമയത്ത് ആദ്യമായിട്ട് എന്താണ് അവന് മനസ്സിലായി? ഫോർ ദ ഫസ്റ്റ് ടൈം ഹി അണ്ടർസ്റ്റുഡ്, അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് അവന് മനസ്സിലായ ഒരു കാര്യം എന്താണ്? വൈ ദ വൈസ് ഓൾഡ് പ്രീസ്റ്റ് ഹാഡ് സെഡ് ടു ഹിം. എന്തുകൊണ്ടാണ് ആ ഒരു ബുദ്ധിമാനായിട്ടുള്ള ഓൾഡ് പ്രീസ്റ്റ്, അല്ലെ, അവൻ നേരത്തെ നിന്നിരുന്ന ടെമ്പിളിലെ പ്രീസ്റ്റ് ഇങ്ങനൊരു അഡ്വൈസ് കൊടുത്തത് അവന്. ഏത് അഡ്വൈസാണ്? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, അല്ലേ. രാത്രിയിൽ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക. കീപ് ടു സ്മോൾ, ചെറുതിലേക്ക് ഒതുങ്ങുക എന്നുള്ളൊരു അഡ്വൈസ് എന്തുകൊണ്ടാണ് ആ പ്രീസ്റ്റ് എനിക്ക് തന്നതെന്ന് അവന് മനസ്സിലായി. ഇപ്പോഴാണ് അവന് മനസ്സിലായത്. കാരണം അവൻ ആ ഒരു ഓപ്പൺ സ്പേസിൽ കിടന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ അവനും എന്താവുമായിരുന്നു? അവൻ്റെ ജീവനും ആപത്ത് സംഭവിക്കുമായിരുന്നു, അല്ലേ. പക്ഷേ ഇവൻ ആ ഒരു അഡ്വൈസ് ഓർത്ത് ഒരു ചെറിയ പ്ലേസിലേക്ക് മാറിയത് കൊണ്ട് അവൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. അപ്പോൾ ഇതാണ് ഈ ഒരു ദ ബോയ് ഹു ഡ്രീവ് കാറ്റ്സ് എന്ന സ്റ്റോറി.
ആഫ്റ്റർവേർഡ് ദാറ്റ് ബോയ് ബിക്കെയിം എ വെരി ഫേമസ് ആർട്ടിസ്റ്റ്. അപ്പോൾ ഈ ഒരു ബോയിനെ കുറിച്ചുള്ള ഈ ഒരു ആർട്ടിസ്റ്റ് എന്താ പറയുക പെയിൻറ്റർ ആയിട്ടുള്ള ബോയിനെ കുറിച്ചുള്ള കഥയാണ് നമ്മൾ കേട്ടത്. അപ്പോൾ അതിന് ശേഷം, അതായത് ഈ ഒരു സംഭവത്തിന് ശേഷം, ആഫ്റ്റർവേർഡ് ദാറ്റ് ബോയ് ബിക്കെയിം എ വെരി ഫേമസ് ആർട്ടിസ്റ്റ്. ഈ കുട്ടി അവനൊരു വളരെ ഫേമസ് ആയിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായിട്ട്, ഒരു കലാകാരനായിട്ട് മാറി. സം ഓഫ് ദ കാറ്റ്സ് വിച്ച് ഹി ഡ്രൂ ആർ സ്റ്റിൽ ഷോൺ ടു ട്രാവലേഴ്സ് ഇൻ ജപ്പാൻ. ഇപ്പോൾ ജപ്പാനിൽ പോകുന്ന യാത്രക്കാർക്ക് അവിടെ ഇപ്പോഴും എന്ത് കാണാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്നു. സം ഓഫ് ദ കാറ്റ്സ് വിച്ച് ഹി ഡ്രൂ, അല്ലേ? അപ്പോൾ അവൻ വരച്ച ചില പൂച്ചകളുടെ ചിത്രങ്ങൾ ഇപ്പോഴും അവിടെ കാണാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്നു. ഇതൊരു ഫോക്ക് ടെയിലാണ്, അതുകൊണ്ട് ആണ് ഈ ഒരു രീതിയിലുള്ള എൻഡിങ് ഇതിനുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ് എന്ന സ്റ്റോറി. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് 9th ക്വസ്റ്റ്യൻ ആണ്. 9th ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് വാസ് ദ ഡ്രെഡ്ഫുൾ വോയിസ് ദാറ്റ് ദ ബോയ് ഹേർഡ്? വാട്ട് വാസ് ദ ഡ്രെഡ്ഫുൾ വോയിസ്? ഡ്രെഡ്ഫുൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? ടെറിബിൾ അല്ലെങ്കിൽ ഫ്രൈറ്റ്ഫുൾ, ആ ഭീകരമായിട്ടുള്ള ഭയപ്പെടുത്തുന്ന ശബ്ദം എന്തായിരുന്നു? ദാറ്റ് ദ ബോയ് ഹേർഡ്, ആ കുട്ടി കേട്ട ഭയപ്പെടുത്തുന്ന ശബ്ദം എന്തായിരുന്നു ആ ഒരു സൗണ്ട് എന്ന് പറഞ്ഞത്? ഇറ്റ് വാസ് എ നോയ്സ് ഓഫ് ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിങ്, അല്ലേ? അപ്പോൾ അത് ഇറ്റ് വാസ് എ ടെറിബിൾ നോയ്സ്, എ നോയ്സ് ഓഫ് ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിങ്, അല്ലേ? അതായത് രണ്ട് പേര് തമ്മിൽ അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നതിൻ്റെ, അടി കൂടുന്നതിൻ്റെയും കരയുന്നതിൻ്റെയൊക്കെ സൗണ്ടായിരുന്നു അതല്ലേ? അപ്പം അതെന്തായിരിക്കുക എന്ന് പറയുന്നു. നമുക്ക് ഈ സ്റ്റോറി കഴിഞ്ഞതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി? ആ ഒരു സൗണ്ട് എന്ന് പറഞ്ഞത് ഇറ്റ് മൈറ്റ് ബി ദ ഫൈറ്റിംഗ് സൗണ്ട് ഓഫ് ദ ഗോബ്ലിൻ റാറ്റ് വിത്ത് ദ കാറ്റ്സ് വിച്ച് ഹി ഹാഡ് ഡ്രോൺ. അപ്പോൾ അവൻ വരച്ച ആ ഒരു പൂച്ചകളും ആ ഗോബ്ലിൻ റാറ്റുമായിട്ടുള്ള ആ ഒരു ഫൈറ്റിങ്ങിൻ്റെ സൗണ്ട് ആയിരിക്കാം അത് എന്ന് നമുക്ക് ഇപ്പോൾ അറിയാം. ഇനി 10th ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഡു യു തിങ്ക് ദ ഗോബ്ലിൻ റാറ്റ് വാസ് കിൽഡ്? ഹൗ ഡു യു തിങ്ക് ദ ഗോബ്ലിൻ റാറ്റ് വാസ് കിൽഡ്, അല്ലേ? അപ്പോൾ എങ്ങനെ ഈ ഗോബ്ലിൻ റാറ്റ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്? എങ്ങനെയാണ്? ദ ഗോബ്ലിൻ റാറ്റ് വാസ് കിൽഡ് ബൈ ദ കാറ്റ്സ് വിച്ച് ദ ബോയ് ഹാഡ് ഡ്രോൺ, അല്ലേ? അപ്പോൾ ഈ കുട്ടി വരച്ച പൂച്ചകളാണ് ഈ ഗോബ്ലിൻ റാറ്റിനെ കൊന്നിരിക്കുന്നത്. ദെൻ 11th ക്വസ്റ്റ്യൻ. വാസ് ദ അഡ്വൈസ് ഓഫ് ദ പ്രീസ്റ്റ് ഹെൽപ്ഫുൾ ടു ദ ബോയ്? വൈ? അപ്പോൾ ഈ പ്രീസ്റ്റ് കൊടുത്ത ആ അഡ്വൈസ് ഈ കുട്ടിക്ക് ഹെൽപ്ഫുള്ളായോ, സഹായകമായോ? വൈ? എന്തുകൊണ്ട്? സഹായമായില്ലേ? യെസ്, അല്ലേ? ദ ബോയ് ഒബെയ്ഡ് ദ വേർഡ്സ് ഓഫ് ദ പ്രീസ്റ്റ്, അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണത് സഹായിച്ചത് ആ കുട്ടിയെ അഡ്വൈസ്? ദ ബോയ് ഒബെയ്ഡ് ദ വേർഡ്സ് ഓഫ് ദ പ്രീസ്റ്റ്, അല്ലേ? ആ പ്രീസ്റ്റ് പറഞ്ഞ ആ വാക്കുകൾ കുട്ടി അനുസരിച്ചു. ആൻഡ് ദസ് ഹി വാസ് സേവ്ഡ് ദ അറ്റാക്ക് ഫ്രം ദ ഗോബ്ലിൻ. അപ്പോൾ ആ ഗോബ്ലിൻ റാറ്റ് അറ്റാക്ക് ചെയ്യുന്നെന്ന് കുട്ടി രക്ഷപ്പെട്ടു. അപ്പം അങ്ങനെയാണ് അവരെ സഹായിച്ചത്. ഇതിനകത്ത് നമുക്ക് 2 ആക്ടിവിറ്റീസാണുള്ളത്. ഒന്നാമത്തെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ വായിക്കാം. ഡിഡ് യു എൻജോയ് ദ സ്റ്റോറി ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ്? ഇഫ് യു വേർ ദ യങ് ബോയ് ഹൗ വുഡ് യു ടെൽ ദ സ്റ്റോറി? അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റോറിയിൽ ആ ബോയ് നിങ്ങളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോറി പറയുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? ഒരു നറേഷനായിട്ട് ആ ഒരു സ്റ്റോറി അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ആക്ടിവിറ്റി നോക്കൂ. ഹൗ വാസ് ദ ഗോബ്ലിൻ റാറ്റ് കിൽഡ്? റൈറ്റ് ദ ഇവൻറ്റ്സ് ദാറ്റ് ലെഡ് ടു ദ ഡെത്ത് ഓഫ് ദ ഗോബ്ലിൻ റാറ്റ് ടു കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ ഗോബ്ലിൻ റാറ്റ് കൊല്ലപ്പെട്ടത്? അപ്പോൾ ആ ഒരു സംഭവങ്ങൾ, റൈറ്റ് ദ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നടന്ന സംഭവങ്ങൾ, ദാറ്റ് ലെഡ് ടു ദ ഡെത്ത് ഓഫ് ദ ഗോബ്ലിൻ റാറ്റ്, ഈ ഗോബ്ലിൻ റാറ്റിൻ്റെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യണം. അതിൽ ഫസ്റ്റ് ബോക്സ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിലെന്താ എഴുതിയിരിക്കുന്നത്? എ ഗോബ്ലിൻ റാറ്റ് ഫ്രൈറ്റൻ ദ പ്രീസ്റ്റ് എവേ ആൻഡ് ടുക്ക് പൊസഷൻ ഓഫ് ദ ടെമ്പിൾ. അപ്പോൾ നെക്സ്റ്റ് വില്ലേജിൽ ആ ടെമ്പിളിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു ഗോബ്ലിൻ റാറ്റ് അവിടെയുള്ള എല്ലാ പ്രീസ്റ്റിനെയും പേടിപ്പിച്ച് ഓടിച്ചു. ആൻഡ് ടുക്ക് പൊസഷൻ ഓഫ് ദ ടെമ്പിൾ, അല്ലേ? അപ്പോൾ ആ ഒരു ടെമ്പിളിൻ്റെ പൊസഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഉടമസ്ഥാവകാശം, അല്ലേ? അതിൻ്റെ കൈവശം ആ ഒരു അവകാശം ഈ ഗോബ്ലിൻ റാറ്റ് സ്വന്തമാക്കി. അപ്പോൾ ആ ഒരു ഇവൻ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർഡറിൽ ആ ഒരു ബോക്സ്, ആ ഒരു ഫ്ലോ ചാർട്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ആദ്യത്തെ ബോക്സിൽ പറഞ്ഞിരിക്കുന്നത് എ ഗോബ്ലിൻ റാറ്റ് ഫ്രൈറ്റൻ ദ പ്രീസ്റ്റ് എവേ ആൻഡ് ടുക്ക് പൊസഷൻ ഓഫ് ദ ടെമ്പിൾ. അപ്പോൾ ആ കുട്ടി അവിടെ എത്തുന്നതിന് മുമ്പത്തെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? നെക്സ്റ്റ് ബോക്സിൽ നമുക്ക് എന്ത് എഴുതാം? എ ലിറ്റിൽ ബോയ് എൻറ്റേർഡ് ദ ടെമ്പിൾ ആൻഡ് ഡ്രൂ ദ പിക്ചേഴ്സ് ഓഫ് സം കാറ്റ്സിൽ. അപ്പോൾ അവൻ അവിടെ ഒരു ചെറിയ കുട്ടി എത്തുന്നു. അവൻ അവിടെ എത്തിയതിന് ശേഷം എന്താ ചെയ്യുന്നത്? അവൻ അവിടെ ഈ കാറ്റ്സിൻ്റെ പിക്ചേഴ്സ് വരയ്ക്കുന്നു. ദെൻ നെക്സ്റ്റ് ബോക്സിൽ എന്തെഴുതാം? ദ ബോയ് ഫൗണ്ട് ദ ക്യാബിനറ്റ് ആസ് ഹിസ് ഷെൽട്ടർ ആൻഡ് ഹി ഗോട്ട് ഇൻ ടു ഇറ്റ് ആൻഡ് ഫെൽ അസ്ലീപ്. അല്ലേ? പിന്നെ ആ പിക്ചർ വരച്ചതിന് ശേഷം അവന് എന്ത് ചെയ്യുന്നു? അവൻ അവിടെ അവന് ഉറങ്ങാനുള്ളൊരു ക്യാബിനറ്റ് കണ്ടെത്തുന്നു. ആൻഡ് ഹി ഗോട്ട് ഇൻ ടു ഇറ്റ് ആൻഡ് ഫെൽ അസ്ലീപ്. അതിനകത്ത് കയറി അവൻ നന്നായി ഉറങ്ങുന്നു. ദെൻ നെക്സ്റ്റിൽ എന്തെഴുതാം നമുക്ക്? അവൻ ഉണരുകയാണ് അല്ലേ? ഹി വാസ് അവേക്കൻ ബൈ ദ ടെറിബിൾ നോയ്സ്. അല്ലേ? അവനൊരു ഭീകരമായിട്ടുള്ള ശബ്ദം കേട്ട് ഉണരുന്നു. ആ ശബ്ദം എന്തായിരുന്നു? എ നോയ്സ് ഓഫ് ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിങ്. അല്ലേ? ഫൈറ്റിങ്ങിൻ്റെയും സ്ക്രീമിൻ്റെയും ആ ഒരു സൗണ്ട് കേട്ടിട്ട് അവൻ ഉണരുന്നു. പിന്നെ അവസാനത്തെ ബോക്സിൽ നമുക്ക് എന്തെഴുതാം? രാവിലെ അവൻ പുറത്ത് വന്ന് നോക്കിയപ്പോൾ കണ്ടത് എന്താണ്? ആൻ എനോമസ് ആൻഡ് മോൺസ്ട്രസ് റാറ്റ്, എ ഗോബ്ലിൻ റാറ്റ് ബിഗർ ദാൻ എ കൗ ലയിങ് ഡെഡ് ഓൺ ദ ഫ്ലോർ. അല്ലേ? അപ്പോൾ ഒരു വലിയ ഭീകരനായിട്ടുള്ള ഒരു ഗോബ്ലിൻ റാറ്റ്. ആ റാറ്റ് എന്ന് പറയുന്നത് ബിഗർ ദാൻ എ കൗ, ഒരു പശുവിനേക്കാളും വലിപ്പമുള്ള ആ റാറ്റ് ലയിങ് ഡെഡ് ഓൺ ദ ഫ്ലോറിലെ നിലത്ത് എന്താ പറയുക, ഈ ചത്ത് കിടക്കുന്നതാണ് അവൻ കണ്ടത്. അപ്പോൾ ഒരു സ്റ്റോറി ഒന്ന് ഷോർട്ടാക്കിയിട്ട് അത് ആ ഒരു ഫ്ലോ ചാർട്ടിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ എഴുതാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് കാണാം.